ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട അദ്ദേഹത്തെ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഹെലേന എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ എത്തി 6 വർഷങ്ങൾക്ക് ശേഷം 1821 മെയ് 5 ഗുരുതരമായ അൾസറും അതിനെ തുടർന്നുണ്ടായ സ്റ്റൊമക് ക്യാൻസർ അഥവാ ആമാശയ അർബുദവും ബാധിച്ച് അദ്ദേഹം മരിച്ചു. നെപ്പോളിയന്റെ മൃതദേഹം പരിശോധിച്ച് അദ്ദേഹത്തിന്റെ സ്വകാര്യ വൈദ്യനായിരുന്ന ഡോക്ടർ ഫ്രാൻകോയിസ് കാർലോ ആന്റോ മാർക്കി എഴുതിയ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മരണകാരണം സ്റ്റൊമക് ക്യാൻസർ ആയിരുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ 1961 ഈ പരിശോധനാ റിപ്പോർട്ട് സംശയത്തിന്റെ നിഴലിലായി. നെപ്പോളിയന്റെ ലഭ്യമായ മുടിയുടെ സാമ്പിളുകളിൽ നിന്നും ഉയർന്ന തോതിൽ ആഴ്സനിക്കിന്റെ അംശം കണ്ടെത്തിയതായിരുന്നു കാരണം. ഇതോടെ നെപ്പോളിയന്റേത് സ്വാഭാവികമായ ആമാശയ അർബുദം ബാധിച്ചുള്ള മരണമല്ല, മറിച്ച് വിഷം നൽകിയുള്ള കൊലപാതകമാണെന്നുള്ള വാർത്തകൾ ശക്തമായി. നെപ്പോളിയൻ മരണമടഞ്ഞ് ഏകദേശം 200 വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ചുരുൾ നിവരുന്നതേയുള്ളൂ. യൂറോപ്പിൽ സമത്വവും നിയമവാഴ്ചയും നടപ്പിലാക്കിയ വീരനായകനായി നെപ്പോളിയനെ വാഴ്ത്തുന്ന വലിയൊരു വിഭാഗം ചരിത്രകാരന്മാരുണ്ട്. അതേസമയം ഫ്രാൻസിന്റെ ചോര ഊറ്റിക്കുടിച്ച, യൂറോപ്പിനെ നശിപ്പിച്ച യുദ്ധക്കൊതിയനായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരും ലോകത്തിലുണ്ട്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾക്ക് പഞ്ഞമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് പ്രകാരം അദ്ദേഹത്തെ കൊല്ലാൻ തക്കം പാർത്തിരുന്നവർ പല വഴികളും പരീക്ഷിച്ചിട്ടുണ്ടാവണം. അദ്ദേഹത്തിനോട് നേർക്കുനേർ നിന്ന് പൊരുതാൻ ധൈര്യമില്ലാതിരുന്നവർ ഒരുപക്ഷെ പിന്നിൽ നിന്ന് ചതി ചെയ്തിട്ടുണ്ടാകാം. വിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആയാസരഹിതമായ ഒരു വഴിയായിരുന്നു. നെപ്പോളിയന്റെ മുടിയുടെ സാമ്പിളുകളിൽ നിന്നും ആഴ്സനിക്കിന്റെ അംശം കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ. പഠനങ്ങൾ പ്രകാരം ഈ അളവിലുള്ള ആഴ്സനിക് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ ശരീരത്തിലെത്തിയതല്ല, മറിച്ച് ദിവസേന കുറച്ചായി ഉള്ളിലെത്തുകയായിരുന്നു. വീഞ്ഞിലോ ആഹാരത്തിലോ കലർത്തിയാവാം ഇത് നൽകിയതെന്ന് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ വക്താക്കൾ വിശ്വസിക്കുന്നു. നെപ്പോളിയന്റെ കൊലപാതകം വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് അവർ കരുതുന്നു. അവരുടെ തിയറി പ്രകാരം ഈ പദ്ധതിക്ക് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ ആഴ്സനിക് ഉപയോഗിച്ച് കൊലപാതകികൾ നെപ്പോളിയന്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചു. 2ാം ഘട്ടത്തിൽ അവരുപയോഗിച്ചത് കെലോമൽ എന്ന മരുന്നായിരുന്നു. മെർക്കുറസ് ക്ലോറൈഡ് അഥവാ HgCl അടങ്ങിയിട്ടുള്ള കെലോമൽ എന്ന ഈ മരുന്നിനൊപ്പം ഓറഞ്ചിന്റെ രുചിയുള്ള ഓർഗീറ്റ് എന്ന സിറപ്പും ചേർത്ത് അവർ നെപ്പോളിയന് നൽകി. കെലോമലും ഓർഗീറ്റും കൂടി പ്രതിപ്രവർത്തിച്ച് മാരകമായ മെർക്കുറി സയനൈഡ് ഉണ്ടായി. തുടർന്ന് ബോധരഹിതനായ നെപ്പോളിയൻ 2 ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു. എന്നാൽ 2008 പുറത്തു വന്ന ഒരു പഠനമുണ്ട്. അതിൽ നെപ്പോളിയന്റെ ബാല്യകാലത്ത് ശേഖരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മുടിയുടെ സാമ്പിളുകളിൽ നിന്നും ആഴ്സനിക്കിന്റെ അംശം കണ്ടെത്തിയതായി പറയുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായ ജോസഫൈന്റെയും മകന്റെയും മുടിയിഴകളിലും ആഴ്സനിക് ഉണ്ടായിരുന്നു. ആഴ്സനിക്ക് കൂടാതെ ആന്റിമണി, മെർക്കുറി, ലെഡ് മുതലായ ഏകദേശം 18ഓളം മൂലകങ്ങളുടെ സാന്നിധ്യം നെപ്പോളിയന്റെ മുടിയിൽ ഉണ്ടായിരുന്നു. ഇതോടെ നെപ്പോളിയനെ വിഷം കൊടുത്ത് കൊന്നതാണ് എന്ന വാദത്തിന് അടിത്തറയില്ലാതെയായി. പക്ഷേ ഈ കോൺസ്പിരസി തിയറിക്ക് ബലം പകരാൻ പോന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. 1825 ഡോക്ടർ ആന്റോ മാർക്കി നെപ്പോളിയന്റെ മരണത്തെ സംബന്ധിക്കുന്ന അധിക വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള മറ്റൊരു ഓട്ടോപ്സി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഈ ഓട്ടോപ്സി റിപ്പോർട്ട് ഫ്രഞ്ച് മെഡിക്കൽ ജേണൽ ആർക്കൈവ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റൊരു ലേഖനത്തിൽ നിന്നും കോപ്പിയടിച്ച് എഴുതിയുണ്ടാക്കിയതാണെന്ന് പിന്നീട് വ്യക്തമായി. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നെപ്പോളിയന്റെ മരണത്തെക്കുറിച്ച് ഡോക്ടർ ആന്റോ മാർക്കി തയ്യാറാക്കിയ ആദ്യത്തെ ഓട്ടോപ്സി റിപ്പോർട്ട് വ്യാജമാകാനുള്ള സാധ്യത കുറവാണ്. എന്തെന്നാൽ അത് തയ്യാറാക്കിയത് ഏകദേശം 16ഓളം ആളുകളുടെ സാന്നിധ്യത്തിലാണ്. അതിൽ 7 ബ്രിട്ടീഷ് ഡോക്ടർമാരും ഉൾപ്പെട്ടിരുന്നു. ആന്റോ മാർക്കിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് ശരിവെക്കുന്ന രീതിയിൽ 2021 പുറത്തുവന്ന ഒരു പഠനമനുസരിച്ച് നെപ്പോളിയന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഗുരുതരമായ ആമാശയ അർബുദത്തിന്റെ ലക്ഷണങ്ങളായ ദഹനക്കുറവ്, ഛർദി, ക്ഷീണം, കുറഞ്ഞ ശരീരഭാരം, അനീമിയ, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് മുതലായവ പ്രകടിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഡോക്ടർമാർ അദ്ദേഹത്തിന് മരുന്നായി നൽകിയ കെലോമൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. അക്കാലത്ത് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കുൾപ്പെടെ വ്യാപകമായി ഉപയോഗത്തിലുണ്ടായിരുന്ന മരുന്നായ കെലോമൽ നെപ്പോളിയന് നൽകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് തോന്നുന്നില്ല. അൾസറും അതിനെ തുടർന്നുണ്ടായ ആമാശയ അർബുദവും തന്നെയാണ് നെപ്പോളിയന്റെ മരണകാരണമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ ലഭിക്കുന്നതുവരെ.